Hey guys, welcome back to another video. Ranjit here. So ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ ഒരു അനാലിസിസ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു ഘട്ടത്തിലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആൻഡ് വാട്ട് ഇസ് എ ഗുഡ് സ്കോർ ഓൺ ദിസ് പർട്ടിക്കുലർ പേപ്പർ, അതോടൊപ്പം തന്നെ ആദ്യ ഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു കമ്പാരിസണും ഇനി അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ചില കീ ടേക്ക് അവേസ് ഇതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. എനിവേ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഓവറോൾ ഡിഫിക്കൽട്ടി ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ ഡിഫിക്കൽട്ടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഡിഗ്രി തലത്തിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനോടൊത്ത് ഉയർന്ന നിലവാരമുള്ള ഒരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു. പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അനലിറ്റിക്കൽ അതോടൊപ്പം തന്നെ ലോജിക്കൽ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ ആദ്യഘട്ട പരീക്ഷയിൽ കണ്ടത് അതിന് സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിച്ചത്. ഇനി ടൈം പ്രഷർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഒരു മോഡറേറ്റ് ടൈം പ്രഷർ ഉള്ള എക്സാമിനേഷൻ തന്നെയായിരുന്നു. അത് സെക്ഷൻ വൈസ് ആയിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിവേ ടൈം പ്രഷർ സാധാരണഗതിയിൽ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു എക്സാമിനേഷനിലും കാണാനായിട്ട് സാധിച്ചു. ഇനി സർപ്രൈസ് എലമെൻറ്റ്സ് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് പരിചിതമല്ലാത്ത രീതിയിലുള്ള പാറ്റേൺസോ അല്ലെങ്കിൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു എക്സാമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആദ്യഘട്ട പരീക്ഷ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത് വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും ഈ ഒരു എക്സാമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ വൈസ് ആയിട്ട് കൂടി ഒന്ന് നോക്കാം. വളരെ ചുരുക്കി ഓരോ വിഭാഗത്തിൻ്റെയും ഒരു ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്ന കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ സിമ്പിൾ അരിത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി വിഭാഗം നോക്കിയാൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും അധികം ഉയർന്ന നിലവാരത്തിൽ നിന്നത് ഈ ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് ബേസിക് അരിത്തമെറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അതിപ്പോൾ നമ്പേഴ്സ് റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, സിംപ്ലിഫിക്കേഷൻ അതിനെ സംബന്ധിച്ച ചോദ്യം, ഈവൻ ജോമെട്രിയിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഇതെല്ലാം തന്നെ സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. ഈവൻ മെൻ്റൽ എബിലിറ്റി വിഭാഗത്തിൽ പോലും നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് PSC ശ്രമിച്ചിട്ടുണ്ട്. സോ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ വിഭാഗത്തെ റേറ്റ് ചെയ്യാം. അത്രയധികം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെയുള്ള സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള റീജിയൻ. അതായത് നല്ല രീതിയിൽ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ച് മുൻകാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ എക്സ്റ്റെൻസീവായിട്ട് വർക്കൗട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രോബബ്ലി ഏറ്റവും അധികം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ജനറൽ ഇംഗ്ലീഷ്. ഒട്ടും തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നില്ല. മലയാളത്തിലേക്ക് കടക്കുമ്പോഴും സ്ഥിതി അത്രയധികം വ്യത്യസ്തമല്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു മോഡറേറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. എങ്കിലും അത്രയധികം ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ മലയാളത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ പൊതുവിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം ഈ 3 റീജിയൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഡിഫിക്കൽട്ടി ലെവൽ ഉയർന്നു നിന്നത് ഈ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്നും മെൻ്റൽ എബിലിറ്റി വിഭാഗം ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. മറ്റുള്ള 2 റീജിയൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഡീസൻ്റായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന സ്കോറിംഗ് റീജിയൻസ് എന്ന രീതിയിൽ തന്നെ പറയാം. ഇനി നമുക്ക് GK വിഭാഗത്തിലേക്ക് കിടക്കാം. GK വിഭാഗത്തിൽ ഓരോ റീജിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യമായിട്ട് ഹിസ്റ്ററി വിഭാഗമാണ്. അഗെയിൻ ഇവിടെ നമുക്കൊരു സ്ലൈറ്റ്ലി ബെറ്റർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. അതായത് ആദ്യഘട്ടത്തിൽ നിന്നും കുറച്ചുകൂടി നിലവാരമുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടിയും ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് താരതമ്യേന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുൻകാലത്തൊക്കെ ഈ ഫിസിക്കൽ ജോഗ്രഫിയും ഒക്കെ ആയി ബന്ധപ്പെട്ട കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലായിരുന്നു. ഇനി ഇക്കണോമിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ എഗെയിൻ ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചു. ചില ചോദ്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ലിക്വിഡിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം, ഇക്കണോമിയുടെ ആ ഒരു ഫണ്ടമെൻ്റൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം, അതൊക്കെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്യാനായിട്ട് PSC ശ്രമിച്ചിട്ടുണ്ട്. ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാം. ഇനി സിവിക്സ് വിഭാഗത്തിലേക്ക് കടന്നാൽ നമ്മൾ ആദ്യ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ട ഒരു കാര്യമാണ് അവിടെ ലോജിക്കലായിട്ടുള്ള, അതായത് നമുക്ക് ഒന്ന് ആലോചിച്ചാൽ അത്തരത്തിൽ അനലൈസ് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. എങ്കിലും ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് അത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എഗെയിൻ വളരെ പുവർ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത്. ഒരു ചോദ്യം ആ ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നുവെങ്കിലും അത് വളരെ ഇപ്പോൾ കോർ ലെവലിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ഒരല്പം ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം ഡിഗ്രി തലത്തിലുള്ള ഒരു പരീക്ഷയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന പോലെയുള്ള ഒരു വിഭാഗത്തിന് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അതല്പം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല. ബട്ട് എനിവേ വളരെ പുവർ റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന റീജിയന്
കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മറ്റ് റീജിയൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ഈവൻ ലോജിക്കലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് പോലും സ്പോർട്സ് വിഭാഗത്തിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇതിൽ, അതായത് ഇപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള റീജിയനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് റെപ്പറ്റീഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരാം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈവൻ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ വിഭാഗങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പറിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഭാഗമാണ്. എഗെയിൻ ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻ, ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അതായത് ഇപ്പോൾ ടു ഈസി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെയധികം ആ ടോപ്പിക്കുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല, ഒരല്പം ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്താണ് ഇവിടെ PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിലേക്ക് കടന്നാൽ ഇവിടെയുള്ള ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ നിലവാരമൊക്കെ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. എങ്കിലും ഒരല്പം ആലോചിച്ച് ലോജിക്കലി ഒന്ന് ചിന്തിച്ചാൽ നമ്മൾക്ക് എഴുതാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ STIPയുമായി ബന്ധപ്പെട്ട ചോദ്യം, ആ ചോദ്യമൊക്കെ ഈവൻ ആ ഒരു പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ബേസിക് ആയിട്ട് ആ ഓപ്ഷൻസ്, ആ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് വായിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ സയൻസിൻ്റെ ഫണ്ടമെൻറ്റൽസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അത് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ സയൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ എഴുതാൻ സാധിക്കുന്ന ചോദ്യമാണ്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന റീജിയൻ പ്രിലിമിനറി എക്സാമിനേഷനിൽ നമ്മൾ ഒരിക്കലും ജനറൽ സയൻസ് പഠിക്കുന്ന പോലെ സമീപിക്കേണ്ട ഒരു വിഭാഗമല്ല. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഭാഗത്തിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയുടെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലുള്ള കാര്യങ്ങളും, ഇങ്ങനെയാണ് ഇവിടെയുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടുക. സോ തീർച്ചയായിട്ടും ഈ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സയൻസിൻ്റെ ഫണ്ടമെൻറ്റൽസ് അഡ്രസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒരിക്കലും മെയിൻസിൽ കാണുന്നത് പോലെ കോർ സയൻസ് സബ്ജക്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളല്ല പ്രതീക്ഷിക്കേണ്ടത്. സോ ആ ഒരു രീതിയിൽ നോക്കിയാൽ കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന റീജിയനിലും കാണാനായിട്ട് സാധിച്ചത്. സോ ഇതാണ് നമുക്ക് ഓവറോൾ ഓരോ വിഭാഗത്തെയും അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മിക്കവാറും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, പ്രത്യേകിച്ച് പ്രിലിംസ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉയർന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ വിഭാഗങ്ങളിലും കാണാനായിട്ട് സാധിച്ചത്. എക്സെപ്റ്റ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന് അത്തരത്തിലുള്ളൊരു പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഇനി അടുത്തതായിട്ട് വേർ ആസ്പിരൻസ് ഗെയിൻഡ് ഓർ ഫേസ് ചലഞ്ചസ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗെയിനായിട്ട് കിട്ടിയിട്ടുള്ള മേഖലകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ചലഞ്ചസ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ. അതിൽ ആദ്യം ഈ സ്കോറിംഗ് റീജിയൻസ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ ഇംഗ്ലീഷ്, അതോടൊപ്പം തന്നെ മലയാളം, ഈ റീജിയൻസ് നല്ല രീതിയിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മേ ബി ഇംഗ്ലീഷിലൊക്കെ 19-20 ഒക്കെ സ്കോർ ചെയ്ത ആളുകളുണ്ടാകാം. അത്രയധികം ഈസി ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു. മലയാളത്തിലും സാമാന്യം നല്ല രീതിയിൽ ഇപ്പോൾ 7 മാർക്കോ അല്ലെങ്കിൽ 8 മാർക്കോ ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പോലും ഉണ്ടാകാം എന്നുള്ളതാണ്. ഇനി മറ്റുള്ള GK വിഭാഗങ്ങളിൽ കൺസിഡർ ചെയ്താൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് അതിൽ നിന്നും ചില ക്ലൂ തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങൾ അങ്ങനെയും ഓരോ വിഭാഗത്തിൽ കാണാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള സ്കോറിംഗ് റീജിയൻസ് GK വിഭാഗത്തിലും നമുക്ക് പറയാൻ സാധിക്കും. സ്റ്റിൽ ഒരു ഡീസൻറ്റ് സ്കോർ നേടാൻ ഏറ്റവും അധികം ഒരു പില്ലറായിട്ട് മാറാവുന്ന 2 റീജിയൻസ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷും മലയാളവുമായിരുന്നു. ചലഞ്ചിങ് ആയിട്ടുള്ള സോൺ എന്ന് പറയുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ബേസിക് അരിത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി വിഭാഗത്തിൽ സാമാന്യം നല്ല രീതിയിലുള്ള നല്ല ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ചില ചോദ്യങ്ങളിലൊക്കെ ചില എററുകൾ വന്നിട്ടുണ്ട്. അത് ആ എറേഴ്സ് വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഗ്രൈൻഡ് ചെയ്ത് അത്തരത്തിൽ ടൈം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അത് ഒരു മേജർ ടൈം ട്രാപ്പാണ് ഈ ഒരു ചോദ്യ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെ നിന്ന് പോകാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പരമാവധി നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് അത്തരത്തിൽ പരിശീലിക്കണം എന്നതിനെക്കുറിച്ച്. കാരണം വളരെ വികലമായിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും പല റീജിയനിലും നമ്മൾക്ക് ഈ മലയാളത്തിൽ കാണാനായിട്ട് സാധിച്ചത്. ടെക്നിക്കലായിട്ടുള്ള ചില ടേംസ് ഒക്കെ, ഇപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊരു കാര്യം, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ വന്നിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ ഒരു വായനയിൽ നമ്മൾക്ക് മനസ്സിലാകാതെ പോകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പലർക്കും തോന്നിയിരിക്കാം. അതുകൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ്. സോ ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാരിയറായി മാറാനായിട്ട് പാടില്ല. 2 ലാംഗ്വേജിലും നമ്മൾ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തെങ്കിലും നിങ്ങൾ ശീലിക്കണം എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ മിക്സ്ഡ് ആയിട്ടാണെങ്കിലും ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എനിവേ ഇതൊക്കെയാണ് നമുക്ക് ചലഞ്ചസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട്
കീ ടേക്ക് അവേസ് ഫോർ അപ്കമിങ് എക്സാമിനേഷൻസ് ആണ്. അതായത് ഈ മുൻപോട്ടുള്ള ഒരു ഫേസാണ് ഇനിയുള്ളത്. ആ ഒരു ഫേസിൽ ഓഫ് കോഴ്സ് ഈ ഫോക്കസ് ഏരിയാസ് എന്ന രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം, അതായത് ബേസിക് അരിത്മെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജെൻഡർ, ഇംഗ്ലീഷ്, മലയാളം ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ വിഭാഗത്തിൽ നല്ലൊരു കമാൻഡ് നിങ്ങൾക്ക് നേടാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിലിംസ് കടക്കാം. ഏതൊരു എക്സാമിനേഷൻ്റെയും പ്രിലിംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊവൈഡഡ് GK വിഭാഗത്തിൽ എന്തായാലും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ചില ടോപ്പിക്കുകൾ പഠിക്കും, അവിടെ നിന്നും ചോദ്യങ്ങൾ വരും. അത് ഹാൻഡ് പിക്ക് ചെയ്ത് പോലും നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാം. അതേ സ്ട്രാറ്റജി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് തുടരുക, നല്ല രീതിയിൽ അവിടെ കമാൻഡ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ ആ കോൺസെപ്റ്റുകൾ പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. PYQ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്ത് വളരെ പ്രിജുഡിസ്ഡ് ആയിട്ട് ഇനി വരുന്ന, അതായത് ഒരു കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു നോഷൻ വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരും അങ്ങനെ ചിന്തിക്കുകയല്ല, മറിച്ച് ഇവിടെ നിന്നുമുള്ള ക്യൂസ് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പാറ്റേൺ ഇൻസൈറ്റിൽ ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങൾ നോക്കുക. ആദ്യഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിവിക്സ് എന്ന റീജിയനിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഈവൻ ദോ അത് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ പോലും അതൊരു സർപ്രൈസിങ് എലമെൻ്റ് ആണ്. കാരണം അങ്ങനെയുള്ളൊരു പാറ്റേൺ ഷിഫ്റ്റ് നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ കിട്ടാതെ വരുമ്പോൾ ആ വിഭാഗം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് സർപ്രൈസിങ് ആയിട്ടൊരു കാര്യമാണ്, പെർഫോമൻസിനെ ഓവറോൾ അത് ബാധിക്കാം. എന്നാൽ ഈ പാറ്റേൺ ഇൻസൈറ്റ് വളരെ വ്യക്തമായിട്ടുണ്ടായാൽ, അതായത് ഈ വരുന്ന ചേഞ്ചസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ഘട്ടങ്ങളിലും. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ്, കോൺസെപ്റ്റ്, ലോജിക്കൽ, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ദെൻ കംസ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രമാത്രം ഡാറ്റ പഠിക്കുന്നു, എത്രമാത്രം എക്സ്റ്റെൻഡഡ് ആയിട്ട് സിലബസ് പഠിക്കുന്നു, ഇതൊന്നുമല്ല മാറ്റർ ചെയ്യുന്നത്. ബേസിക് ആയിട്ട് എക്സിക്യൂഷനാണ്. പഠിച്ച കാര്യങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നുള്ളത് ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. പല രീതിയിലുള്ള ടൈം ട്രാപ്സ് എക്സാമിനേഷനിൽ വരും. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി ടൈം മാനേജ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകാം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനുള്ള സമയം ലഭിക്കാതെ പോകാമെന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ടൈം ബൗണ്ടായിട്ടത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നൗ ദി $1,000,000 ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ഗുഡ് സ്കോർ ഓൺ ദിസ് പെർട്ടിക്കുലർ പേപ്പർ. അതോടൊപ്പം തന്നെ ഒരു കട്ട് ഓഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് ആണ്. നമ്മൾ ഈ സെക്ഷൻ വൈസ് ആയിട്ടുള്ള അനാലിസിസ് നടത്തിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ബേസിക് അരിത്മെറ്റിക് വിഭാഗത്തിൽ സാമാന്യം നല്ല രീതിയിൽ ഡിഫിക്കൽട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈവൻ ഹിസ്റ്ററി വിഭാഗത്തിൽ പോലും സ്ലൈറ്റ്ലി ബെറ്റർ സ്റ്റാൻഡേർഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇനി ആദ്യഘട്ടവുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 1-2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പാറ്റേൺ ഷിഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സർപ്രൈസ് എലമെൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും ഓവറോൾ അറ്റംപ്റ്റിനെയും ഓവറോൾ സ്കോറിനെയും ബാധിക്കും. ആവറേജ് ആയിട്ടുള്ള ആസ്പിരൻസിനെ ഒക്കെ തന്നെ അത് ബാധിക്കും. വളരെ എക്സലൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മേ ബി സ്ഥിതി വ്യത്യസ്തമായിരിക്കാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചൊരു വസ്തുതയാണ്, നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് എന്നാൽ 40, 45 ഒക്കെ സ്കോർ ചെയ്ത ആളുകളുണ്ട്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ഈവൻ 60, 65 ഒക്കെ സ്കോർ ചെയ്ത ആളുകളും ആദ്യഘട്ടത്തിലുണ്ട്. സോ ബേസിക്കലി അത് നമ്മുടെ എക്സിക്യൂഷൻ എത്രമാത്രം പെർഫെക്റ്റ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. എനിവേ നമ്മളൊരു കമ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിലാണ് പറയാൻ സാധിക്കുക. അങ്ങനെ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങളുടെ നിലവാരം, പ്രത്യേകിച്ച് ഇപ്പോൾ ബേസിക് അരിത്മെറ്റിക്കുമായി ബന്ധപ്പെട്ട് സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു. ഈവൻ GK വിഭാഗത്തിൽ പോലും ചില ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത്തരത്തിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു പാറ്റേൺ ഇൻസൈറ്റ് വെച്ചുകൊണ്ട് ഉള്ള അഡ്വാൻറ്റേജ് കിട്ടും. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ആ സ്കോറിംഗ് റീജിയൻസ് ടാർഗറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ചില ചോദ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടെ അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതാണ്. സോ ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഗുഡ് സ്കോർ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 50+, ഐ വുഡ് സേ സ്ലൈറ്റ്ലി എബവ് 50. നല്ല രീതിയിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഇംഗ്ലീഷ് വിഭാഗത്തിലൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആസ്പിരൻസ് ഉണ്ടാകും. ഒരു നല്ല സ്കോർ എന്ന രീതിയിലാണ് നമ്മളിത് പറയുന്നത്, കട്ട് ഓഫ് മാർക്ക് എന്ന രീതിയിലല്ല. കട്ട് ഓഫ് ഒരിക്കലും അത്രയധികം ഉയർന്നു വരികയില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുക, ഈവൻ നിങ്ങൾക്കൊരു 40+ ഒക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടരുക. കാരണം നമ്മൾക്ക് സാമാന്യം നല്ല രീതിയിൽ വേക്കൻസീസ് ഉള്ള പോസ്റ്റുകൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ആ ഒരു ചാൻസ് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. തേർഡ് ഫേസ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ നോർമലൈസേഷൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കുകയുള്ളൂ. എനിവേ ഈ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ us on ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. വളരെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ വളരെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഒരു എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലെയല്ല എക്സാം ഹാളിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോഴുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രഷർ ഈസ് റിയൽ. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. എനിവേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ഫീൽ ചെയ്തത് എന്നൊരു കാര്യം കോമൻറ്റ് സെക്ഷനിലൂടെ മെൻഷൻ ചെയ്യൂ. ഏതൊക്കെ റീജൻസിലാണ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യൂ. മൂന്നാം ഘട്ട പരീക്ഷയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. So thank you so much guys for watching this particular video, and if you're first time here then make sure to subscribe. So I'll see you guys in the next one.